അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാന്യസദസ്സിന് വന്ദനം. ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ രാഷ്ട്രീയ നേതാക്കളെ, നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയത് SFIയുടെ പ്രക്ഷോഭ വേളയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. എനിക്കിവിടെ കിട്ടിയ കർത്തവ്യം ആമുഖ പ്രഭാഷണം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘി ശക്തികളാണ്. അതുകൊണ്ട് തന്നെ നാം ഒരു കേരളത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ, നവകേരള സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന് എതിരെയുള്ള ഒരു SFIയുടെ പ്രക്ഷോഭം നാം കണ്ടു. SFIക്കാർ കരിങ്കൊടി കാണിച്ച് ആരിഫ് മുഹമ്മദ് ഖാനിനെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് ഗോ ബാക്ക് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാന് പ്രക്ഷോഭകരായുകയും അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ അവരെയുള്ള എല്ലാ പ്രക്ഷോഭക്കാരെയും പിടിച്ച് ജയിലിലടയ്ക്കാനും പറഞ്ഞു. നമുക്ക് കേരളത്തിൽ ഈ അടുത്ത് കണ്ട വാർത്തയാണ്, സംഘി ഗവർണറോട് പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ നമ്മുടെ പാവം SFI പിള്ളേരെ, നമ്മുടെ SFI കുട്ടികളെ അവർ ജയിലിലടച്ച കാര്യം. കേവലം ആരിഫ് മുഹമ്മദ് ഖാനിനോട് അല്ലെങ്കിൽ സംഘി നേതാക്കളോട് ഗോ ബാക്ക് എന്ന് പറഞ്ഞ് കരിങ്കൊടി കാണിച്ചപ്പോൾ നമ്മുടെ ഭരണഘടനാ നിയമമായിട്ടുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്ന രീതിയിൽ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ നമ്മുടെ യുവാക്കൾ, നമ്മുടെ സമൂഹം, നമ്മുടെ പ്രക്ഷോഭക്കാർ, നമ്മുടെ പ്രവർത്തകർ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെ ഗൗരവത്തോടെ ഈ ഒരു വിഷയത്തെ കാണേണ്ടതുണ്ട്. കാരണം ഇനി നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും നമുക്ക് ഇനി ഇവിടെ ഉണ്ടാവില്ല. കാരണം കേവലം ഒരു കൊടി കാണിച്ചതിന്റെ പേരിൽ നമ്മളൊക്കെ ജയിലിലടയ്ക്കാൻ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഗൗരവമായിട്ട് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അവിടെയുള്ള എല്ലാവരെയും ജയിലിലടയ്ക്കണമെന്നും അതുപോലെ തന്നെ കടുത്ത ശിക്ഷ നൽകണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രക്ഷോഭകനായി ഒരു ഗവർണറായിരിക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീടും താക്കീത് നൽകി, ഇനിയും എൻ്റെ പേരിൽ, ഇനിയും എനിക്കെതിരെ കൊടി കാണിച്ചവർക്ക് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഞാൻ അവരെ പിടിച്ച് തടങ്കിലാക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സംഘി ഗവർണർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കണം. കാരണം ഇത്രയും കാലങ്ങൾ നടന്നു പോയിട്ടുള്ള കേരളത്തിന്റെ നല്ലൊരു ഭാവി തകർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘി ഗവർണർ ഇത്രയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എത്ര പാവപ്പെട്ട ആളുകളാണ് ഇനി തടങ്കൽ കരകില ആവാൻ പോകുന്നത്. കാരണം കേവലം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കേരളത്തിൽ നാം എങ്ങനെ ഇനി ജീവിക്കും? അതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര വൃത്തികെട്ട സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ, നമ്മുടെ രാഷ്ട്രീയ കേരളം എടുത്ത് പരിശോധിക്കുമ്പോൾ നാം ഒന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഈ നാട്ടിൽ നമുക്കൊരിക്കലും സമാധാനവും സ്വാതന്ത്ര്യവും സന്തോഷവും ലഭിക്കുന്നില്ല. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ പോലത്തെ അല്ലെങ്കിൽ സംഘി നേതാക്കളെ പോലത്തവർ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പാവപ്പെട്ടവർ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെതിരെ ശക്തവും പ്രക്ഷോഭിതവുമായിട്ടുള്ള മുഖഭാഗത്തോടെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലത്തെ നേതാക്കൾ ഇങ്ങനെ പാവപ്പെട്ടവരെ തടങ്കിലാക്കിയാൽ നാം പിന്നെ എന്തിനെ ഇവിടെ ജീവിക്കണം? നമുക്ക് ജീവിക്കാൻ പിന്നെ സാധിക്കില്ല. നമ്മുടെ പ്രവർത്തകർ ആരും ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി പൂർണ്ണ ഊർജ്ജത്തോടെ കൂടി തിരിച്ചുവരാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്രക്ഷോഭത്തിനെതിരെ കരിങ്കൊടി കാണിച്ചിട്ട് അവിടെ പിന്നെ മിണ്ടാതിരുന്ന് പിന്നെ നാം സൈഡായാൽ നമ്മൾ ഒരിക്കലും നമുക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്താ? ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിർത്തുന്നില്ല, ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ് എന്നാണ് ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭം, ഈ ഒരു SFIയുടെ പ്രക്ഷോഭം ആരിഫ് മുഹമ്മദ് ഖാനെയും മറ്റുള്ള ഗവർണർമാർക്കും മറ്റുള്ള അധികാരികൾക്കും ഒരു മാതൃകയാവട്ടെ, ഒരു ഭീഷണിയായിട്ട് നാം പോരാടേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.